കർത്താവ് ശംസിയായി സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഭാരതത്തിൽ വാജ്പേയി ഗവൺമെൻറ് പൊക്രാനിൽ അണുബോംബ് പരീക്ഷിച്ചതിൻ്റെ 3-ാം ദിവസം ഞാൻ ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിപ്പോയി മരിച്ചവനായി തീർന്നതാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ കർത്താവിനെ അത്ഭുതകരമായിട്ട് അതിനകത്തു നിന്ന് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ കർത്താവിനെ വിളിക്കുന്നു, നീ ഉണ്ടോ? നീ ഉണ്ടെങ്കിൽ ഞാൻ മകനാണ്. ഞാൻ മകനാണെങ്കിൽ എനിക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണം. ഇത് ഒരു പ്രാർത്ഥനയോ കരച്ചിലോ എനിക്കറിയില്ല. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരല്ല, രക്തമാവുന്നത്. അപ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, അവരോട് സ്റ്റാർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ആ മച്ചുവ ഓണായി. വീണ്ടും അത് മുന്നോട്ട് വന്നു, ഗുജറാത്തിൽ വന്നു, അറസ്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ ജീവിതം അന്ന് അവസാനിച്ചതായിരുന്നു. ഇനിയുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ബോണസാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇനി എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ കർത്താവിന് വേണ്ടിയുള്ള എൻ്റെ ജീവിത പ്രയാണത്തിൽ കുറേ കാലം ഞാൻ ബൈബിള് ഇല്ലാത്ത ആൾക്കാർക്ക് ബൈബിള് കൊടുത്തു വർഷങ്ങളോളം. അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഉണ്ടാക്കി പൊതിച്ചോറുകൾ കൊടുത്തു. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് 5 വർഷത്തോളം ഇന്ത്യയിൽ വിശുദ്ധ കുർബാന, കൊന്ത, കുമ്പസാരം ഇവയെല്ലാം നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നിന്നുപോയി. അപ്പോൾ ഞാൻ കൊറോണ കഴിഞ്ഞതേ പഞ്ചാബിൽ അല്ലെങ്കിൽ മിഷൻ, വടക്കേ ഇന്ത്യൻ മിഷൻ പ്രവർത്തനങ്ങൾക്കായി 3 പ്രാവശ്യം പോയി. അതിൽ ഞാൻ പോയത് നമ്മുടെ പഞ്ചാബിലേക്കായിരുന്നു. ആദ്യം പഞ്ചാബിൽ ചെന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, അവിടെ ഒരു അച്ഛൻ്റെ കൂടെ വളരെ പരിമിതമായ സൗകര്യങ്ങളോട് കൂടി, വളരെ ചൂട്, വേനൽക്കാലമായിരുന്നു, ഭയങ്കര ചൂട്, ആ ചൂടത്ത് കടന്ന് ഉറങ്ങി രാവിലെ 5:45 മുമ്പ് തന്നെ ആൾക്കാർ വന്ന് കൊട്ടുക പ്രാർത്ഥിക്കാൻ. അപ്പോൾ ആൾക്കാർ വന്നു. അവിടെ പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരവും നടന്നു. വിശുദ്ധ കുർബാനയെ അർപ്പിച്ചു. ഈ വരുന്ന മനുഷ്യർ മുഴുവൻ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാരണം അവർ മറിഞ്ഞു വീഴുന്നതായും അവർ സുഖം പ്രാപിക്കുന്നതുമായും ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് അതിനോട് വളരെ ആകർഷണമായി. ഇത്ര വിശുദ്ധിയിൽ ഈ വൈദികൻ ഇവിടെ ശുശ്രൂഷകൾ ചെയ്യുന്നത് കണ്ടിട്ട് വളരെ ദീർഘനേരം ഒരു ദിവസം ഈ വൈദികൻ എല്ലാ ദിവസവും ശുശ്രൂഷകൾ ചെയ്യുന്നു. ആ ശുശ്രൂഷകളിൽ ആകർഷിക്കപ്പെട്ട് ഞാൻ പല പ്രാവശ്യം പോയി. അങ്ങനെ ഞാൻ ഇവിടെ നിന്നും അവർക്കാവശ്യമായ തുണികൾ, ഒരു തുണിക്ക് മറുതുണിയില്ലാത്ത ഈ പാവങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് പല ഇടവകകളിലും ചെന്ന് സംസാരിച്ച് അവിടുത്തെ വികാരിമാരുമായിട്ട് പങ്കുചേർന്നുകൊണ്ട് പള്ളിയിൽ അനൗൺസ്മെൻറ്റ് നടത്തി ഇഷ്ടം പോലെ ഡ്രസ്സുകൾ, നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും പുതിയതും ആയ ഡ്രസ്സുകൾ അവിടെ കൊണ്ടുപോയി ആവശ്യത്തിന് മാത്രം വിതരണം ചെയ്തു. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളത്, അരി മുതലായവ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ വേണ്ടിയിട്ടും ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്തു. നമുക്കും ഇതുപോലെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്ത് ശുശ്രൂഷകൾ. കാരണം കർത്താവിൻ്റെ ആഹ്വാനം, അന്ത്യ അഭിലാഷമായിരുന്നു സ്വർഗത്തിലേക്ക് ഉയർക്കപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. അത് മാനസാന്തരപ്പെടുന്നവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ നൽകുവിൻ, വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ നമ്മൾ ഇത് ഓരോ മാമോദീസായി സ്വീകരിച്ച് സ്ഥൈര്യലേപനവും സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും കടമയാണിത്. ഇത് നമ്മളൊരു കടമയായിട്ട് ഏറ്റെടുത്ത് നാം അത് ചെയ്യണം. നമുക്ക് തോന്നും, ഞാൻ എന്ത് ചെയ്യാനാ? തീർച്ചയായിട്ടും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മനസ്സുണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ ടു ഡു ലോട്ട് ഓഫ് തിങ്സ്. മണിപ്പൂരിൽ
നമുക്കറിയാം 2 വർഷം മുമ്പ് കലാപമായിരുന്നു. അവിടെ താമസിച്ചു കൊണ്ടിരുന്ന 55 കുട്ടികളെ നമ്മുടെ തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് BSSൻ്റെ ഭാരത് സേവ് സംഘിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ സാധിച്ചു. ഇതെല്ലാം നമ്മളെ മറ്റുള്ളവരുമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ പല കുട്ടികളെയും നേഴ്സിങ്ങിന് പഠിപ്പിക്കുന്നുണ്ട്. ഈ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ മാതാപിതാക്കൾ മരിച്ചുപോയി, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു, കാണാനില്ല, നഷ്ടപ്പെട്ടു പോയി, അങ്ങനെയൊക്കെയുള്ള ധാരാളം. അതുകൊണ്ട് നമ്മുടെ ഇവിടെ വളരെ സമ്പന്നമായ ഓരോ ഇടവകയും, ഞാൻ പറയുന്നത് 500 ഇടവകക്കാർ കുടുംബങ്ങൾ ഉള്ള ഓരോ ഇടവകയും ഒരു ഗ്രാമത്തെ എങ്കിലും ദത്തെടുത്ത് അവിടെ വളർത്തണം. ഇവിടെ ഏത് വിശുദ്ധൻ്റെ പേരിലാണോ ഈ ഇടവക നിലകൊള്ളുന്നത് അതേ പേരിൽ ഒരു ഇടവക അവിടെ ദത്തെടുത്ത് അതിനെ വളർത്തണം. അത് വളരെ നിസ്സാരമായിട്ട് ഒരു ഓർഗനൈസ് ചെയ്താൽ മാത്രം മതി. വളരെ നിഷ്പ്രയാസം. നമ്മൾ എത്രയോ വലിയ തിരുനാളുകൾ, അതിനോടുള്ള ആർഭാടങ്ങൾ ആണ് നടത്തുന്നത്. ഈ ആർഭാടങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ തന്നെ, ഒരു വർഷത്തെ ആർഭാടം വേണ്ടെന്ന് വെച്ചാൽ തന്നെ നമുക്കവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് വെറും 7 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു പള്ളി അവിടെ പണിയാം. ഒരു പള്ളി പണിയുന്നതിന് ആവശ്യമായിട്ടുള്ളത് വെറും 7 ലക്ഷം രൂപയാണ്. നമ്മളത് ഇവിടുന്ന് സ്വരൂപിച്ച് കൊടുത്താൽ, ഒരു ഇടവക സ്വരൂപിച്ച് കൊടുത്താൽ, അങ്ങനെ എത്രയോ ഗ്രാമങ്ങൾ നമുക്ക് ഗ്രാമങ്ങളിൽ പള്ളികളിൽ പണിയാൻ പറ്റും. അങ്ങനെ അതുപോലെ ഞാനവിടെ കണ്ടമാൻ, നമുക്കറിയാം 10 വർഷം മുമ്പ് അവിടെ എല്ലാം അടിച്ച് പറിച്ച് നഷ്ടപ്പെടുത്തിയ ഒരു സ്ഥലത്ത് കാണാനായിട്ട് ചെന്നപ്പം നമ്മളത് കാണാൻ പോകണമെന്ന് വരികിൽ ഒരു നദി ക്രോസ് ചെയ്യണം, ഒരു പാലമില്ല. അന്ന് തലേ ദിവസം മഴയും കൂടെ പെയ്തത് കാരണം സാക്ഷാൽ നമ്മുടെ തുണികൾ മുഴുവൻ ഊരി തലേ കെട്ടി നടന്നു വേണം പോകാൻ, ആ നദി ക്രോസ് ചെയ്യാൻ. അങ്ങനെ ക്രോസ് ചെയ്ത് അവിടെ ചെന്ന് കണ്ടപ്പോൾ പ്രിയ സഹോദരരെ, അത്ഭുതകരമായ കാഴ്ചയാണ്. കാരണം മുഴുവൻ ക്രിസ്ത്യൻസ്, എല്ലാം കാത്തലിക്സ്. ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി. പക്ഷേ അങ്ങോട്ട് ഒരു വർഷക്കാലമാണെങ്കിൽ അങ്ങോട്ട് പോകാൻ ഒരു മാർഗവുമില്ല. ഈ നദിയിലൂടെ ഞാനൊരു അച്ഛൻ്റെ കൂടെയാണ് പോയത്. അച്ഛനും ഇതുപോലെ തന്നെ എന്നെപ്പോലെ അങ്ങനെ തീഷ്ണതയുള്ള വൈദികർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പ്രത്യേകിച്ചും യങ്ങായിട്ടുള്ള പുത്തൻ കുർബാന സ്വീകരിച്ച് വരുന്ന വൈദികർ ഇവിടെ ഇൻസ്റ്റഗ്രാമിലും ഈ ഫോണിലും തട്ടി വീണ് കിടക്കാതെ കർത്താവിൻ്റെ വയലിലേക്ക് നോക്കി, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിളവധികം വേലക്കാർ ചുരുക്കം. നിങ്ങൾ അങ്ങോട്ട് പോയി ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാകണം. അച്ഛന്മാർക്ക് മാത്രമല്ല, ഇത് നമ്മുടെ സന്യസ്തർക്കും ആത്മായർക്കും യഥേഷ്ടം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അല്പം നമ്മുടെ ഈ സുഖകരമായ കംഫോർട്ട് സോണിൽ നിന്നും നമ്മളൊന്ന് മാറി ചിന്തിക്കുകയും സുവിശേഷത്തിന് വേണ്ടി ഒരടിയെങ്കിലും മേടിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ സഹോദരരെ, സുവിശേഷം നമുക്ക് ലോകം മുഴുവൻ എത്തിക്കാൻ സാധിക്കും. നമ്മുടെ സുരക്ഷയും നമ്മുടെ സംരക്ഷണവും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് നടക്കാതെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞ നമുക്കെടുക്കാം. അതാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ നാം സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ കാവൽ മാലാഖായോടും നമ്മുടെ പേരിന് കാരണമായിരിക്കുന്ന പുണ്യവാളനോടും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം.